നമസ്കാരം. മാസ്റ്ററിംഗ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഇപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എത്ര ടൈപ്പ് ഉണ്ട്, സിൻടാക്സ് എന്താണ്, അതുപോലെ തന്നെ ബഗ് എന്താണ്, ഡീബഗിങ് എന്താണ്, ഇതിനെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ എത്ര ടൈപ്സ് ഓഫ് എറേഴ്സ് ഉണ്ട്, സിൻടാക്സ് എറർ എന്താണ്, ലോജിക്കൽ എറർ എന്താണെല്ലാം നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൽ മെയിനായിട്ടും ഒന്നാമത് പഠിക്കാനുള്ളത് ടോപ്പിക്കിൽ പറയുന്നത് ഊപ്പ് കൺസെപ്റ്റ് ആണ്. ഊപ്പ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഉണ്ട്, അതെന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ പ്രോഗ്രാമിംഗ് മോഡൽ വിച്ച് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ബേസ്ഡ് അപ്പോൺ ദ കൺസെപ്റ്റ് ഓഫ് കോളിംഗ് പ്രൊസീജിയർ. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്തിൽ നിന്നുമാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്? സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് നിന്നുമാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു കോളിംഗ് പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതായത് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ റൊട്ടീൻസ്, സബ് റൊട്ടീൻസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്നൊക്കെ പറയും. പ്രൊസീജിയേഴ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫങ്ഷൻസ് എന്ന്. അപ്പോൾ ഈ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ബേസ് ചെയ്തിരിക്കുന്നത് എന്തിനെ വെച്ചിട്ട് അല്ലെങ്കിൽ എന്തിനെ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫങ്ഷൻസിനെ ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഫങ്ഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളതാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് ഒരു സീരീസ് ഓഫ് കമ്പ്യൂട്ടേഷണൽ സ്റ്റെപ്പ് കാണും. ഈ സ്റ്റെപ്പ് ഓരോ ഫങ്ഷൻ വെച്ചിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഫങ്ഷനെ എപ്പോഴാണോ കോൾ ചെയ്യുന്നത് ആ കോൾ ചെയ്യുന്ന സമയത്തായിരിക്കും ആ സ്റ്റെപ്പ് അല്ലെങ്കിൽ ആ സ്റ്റെപ്പിനകത്ത് കൊടുത്തിരിക്കുന്ന എന്ത് ആക്ടിവിറ്റിയാണോ അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിനെയാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രാമിനെ തന്നെ പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിനെ ഫങ്ഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഓരോ ഫങ്ഷനെ ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ കഴിഞ്ഞ ദിവസം 2 അൽഗോരിതം നോക്കിയായിരുന്നു. അൽഗോരിതം എന്ന് പറഞ്ഞാൽ 2 നമ്പറിനെ ആഡ് ചെയ്ത് സം കാണാനുള്ള ഒരു അൽഗോരിതം. അപ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ ഈ സം കാണാനുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഒന്നിലധികം തവണ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ സം കണ്ടുപിടിക്കാൻ അത്രയും കോഡ്സിനെ നമ്മൾ ഒരു ഫംഗ്ഷൻ നെയിം കൊടുത്തിട്ട് നമ്മൾ അതിനകത്ത് ഈ കോഡിനെ കൊടുക്കും. അപ്പോൾ എപ്പോഴൊക്കെയാണോ നമുക്ക് ഈ സം കണ്ടുപിടിക്കേണ്ടത്, 2 നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കേണ്ടത്, അപ്പോഴെല്ലാം നമ്മൾ ഏത് പേരിലാണോ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത് ആ പേര് വെച്ചിട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് അവിടെ പോയിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയേ, പ്രൊസീജിയർ ആർ ആൾസോ നോൺ ആസ് റൊട്ടീൻസ്, സബ് റൊട്ടീൻസ് ഓർ ഫങ്ഷൻസ് simply consist of a series of computational step to be carried out. ഇതിനകത്ത് എന്ത് കാണും? ഒരു സീരീസ് ഓഫ് കമ്പ്യൂട്ടേഷണൽ സ്റ്റെപ്പ് കാണും. അതായിരിക്കും അവിടെ ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ നടക്കുന്നത്. ഡ്യൂറിങ് എ പ്രോഗ്രാംസ് എക്സിക്യൂഷൻ എനി ഗിവൺ പ്രൊസീജിയർ മൈറ്റ് ബി കോൾഡ് at any point including by other procedure or itself. അതായത് ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും കോൾ ചെയ്യാം. അതായത് ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ വേണമെങ്കിലും കോൾ ചെയ്യാം, അല്ലെങ്കിൽ വേറെ പുറത്തുനിന്ന് വേണമെങ്കിലും ഒരു ഫംഗ്ഷനെ കോള് ചെയ്യാം. ഇങ്ങനെ ഫംഗ്ഷനെ ഇപ്പോൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്? പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? ഫോർട്രാൻ, അൽഗോൾ, കൊബോൾ, ബേസിക്, പാസ്കൽ, സി പ്രോഗ്രാമിംഗ്. ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്? പ്രൊസീജിയറൽ പ്രോഗ്രാമിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് ഊപ്പ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത്. അപ്പോൾ ഇനി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്താണെന്ന് നോക്കാം.
Okay, it can be defined as a programming model which is based upon the concept of object. ഇതിൽ എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു? ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിരിക്കുന്നു. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ ആ പേരിൽ തന്നെയുണ്ട് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു? ഒബ്ജക്ട്സിനെ ബേസ് ചെയ്തിരിക്കുന്നു. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബ്ജക്റ്റ് കണ്ടെയ്ൻ ഡേറ്റ ഇൻ ദ ഫോം ഓഫ് ആട്രിബ്യൂട്ട്. ഒബ്ജക്റ്റിനകത്ത് എന്ത് കാണും? ഡേറ്റാസ് കാണും. ഏത് രൂപത്തിലാണ്? ആട്രിബ്യൂട്ടിന്റെ രൂപത്തിലുള്ള ഡേറ്റാസ് ആണ് ഒബ്ജക്ട്സിനകത്തുള്ളത്. ആൻഡ് കോഡ് ഇൻ ദ ഫോം ഓഫ് മെത്തേഡ്സ്. അതുപോലെ തന്നെ കോഡിനെ നമ്മൾ മെത്തേഡ്സ് ആയിട്ടുമാണ് കാണുന്നത്. അപ്പോൾ ഒബ്ജക്ട്സിനകത്ത് എന്തൊക്കെയുണ്ട്? ആട്രിബ്യൂട്ട്സും ഉണ്ട്, മെത്തേഡ്സും ഉണ്ട്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിലുള്ള ഡേറ്റ ആയിരിക്കും. അതിനകത്ത് വരുന്ന കോഡ് എന്ന് പറയുന്നത് മെത്തേഡ്സും ആണ്. ഇനി ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആർ വേരിയസ് ബട്ട് ദ മോസ്റ്റ് പോപ്പുലർ വൺ ആർ ക്ലാസ് ബേസ്ഡ്. ഇപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിരിക്കും? ക്ലാസ്സിനെ ബേസ് ചെയ്തിരിക്കും. അതായത് ക്ലാസ് ബേസ്ഡ് ആണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ ഒബ്ജക്ട്സ് ആർ ദ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്. ഒബ്ജക്റ്റ് നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ ഓരോ ക്ലാസ് ഉണ്ട്. ഈ ഓരോ ക്ലാസ്സും എന്തിനെയാണ്? ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ക്ലാസ്സിനകത്ത് വരുന്ന ഓരോ ഇൻസ്റ്റൻസിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അതാണ് ഓരോ ടൈപ്പിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിനകത്ത് വരുന്ന ഓരോ ഇൻസ്റ്റൻസിനെയുമാണ് നമ്മൾ ഓരോ ഒബ്ജക്ട്സ് എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ വരുന്ന ലാംഗ്വേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജാവ, C++, C#, പൈതൺ, PHP, ജാവ സ്ക്രിപ്റ്റ്, റൂബി, പേൾ ഇതെല്ലാം ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗിൽ വരുന്ന ലാംഗ്വേജസ് ആണ്. ഇനി നമുക്ക് ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താ? മെയിനായിട്ടും ഈ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങും ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ നോക്കിയേ, പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്. ദ പ്രോഗ്രാം ഈസ് ഡിവൈഡ് ഇൻറ്റു സ്മോൾ പാർട്ട് കാൾഡ് ഫംഗ്ഷൻ. അപ്പോൾ പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ ആ സ്മോൾ പാർട്ടിനെ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിലാണെങ്കിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്ന സ്മോൾ പാർട്സിനെ ഒബ്ജക്ട്സ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ്. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടം അപ്പ് അപ്രോച്ചാണ്. ഇനി അടുത്ത്, there is no access specifier in procedure programming. പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിനകത്ത് അക്സസ് സ്പെസിഫയേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ അക്സസ് സ്പെസിഫയേഴ്സ് ആയിട്ടുള്ള പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രൈവറ്റ് എന്താ, പബ്ലിക് എന്താ, പ്രൊട്ടക്റ്റഡ് എന്താണെന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പറയാം. ഇനി അടുത്ത നോക്കിയേ, ഫംഗ്ഷൻ, അതായത് പുതിയ ഫംഗ്ഷൻ ആഡ് ചെയ്യുക എന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിൽ. പക്ഷേ ഇതിൽ പുതിയ ഡേറ്റാസും ഫങ്ഷൻസും ആഡ് ചെയ്യാൻ ഈസിയാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ. അടുത്ത പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ലെസ് സെക്യൂർ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡേറ്റ ഹൈഡ് ചെയ്യാനുള്ള പ്രോപ്പർ വേ ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ട് അതെന്താണ്? കുറവാണ്, സെക്യൂരിറ്റി കുറവാണ്. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ എന്ത് ചെയ്യാം? നമുക്ക് ഡേറ്റ ഹൈഡിങ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് മോർ സെക്യൂർ ആണ്. അതുപോലെ തന്നെ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിൽ ഓവർലോഡിങ് ഒന്നും പോസിബിൾ അല്ല. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിൽ ഓവർലോഡിങ് ഈസ് പോസിബിൾ. അടുത്ത് നോക്കിയേ, നോ കൺസെപ്റ്റ് ഓഫ് ഡേറ്റ ഹൈഡിങ് ആൻഡ് ഇൻഹെറിറ്റൻസ്. ഇപ്പോൾ പ്രൊസീജിയർ ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ ഡേറ്റ ഹൈഡിങ്ങോ ഇൻഹെറിറ്റൻസോ ഒന്നും ഇല്ല. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിങ്ങിൽ ഇൻഹെറിറ്റൻസും ഡേറ്റ ഹൈഡിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇൻഹെറിറ്റൻസ് എന്താ, ഡേറ്റ ഹൈഡിങ് എന്താണെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഇനി അടുത്ത നോക്കിയേ, ഫംഗ്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഡേറ്റ. പ്രൊസീജിയർ ഓറിയന്റഡിൽ ഫംഗ്ഷൻ എന്താണ്? ഡേറ്റയ്ക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഫംഗ്ഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഡേറ്റ. ഡേറ്റയെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ഏതിനാണ്? നമ്മൾ പറഞ്ഞു ഫംഗ്ഷനെ ബേസ് ചെയ്തിരിക്കും. അതുകൊണ്ട്
ഫങ്ഷനാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഡേറ്റയ്ക്കാണ് മോർ ഇമ്പോർട്ടൻസ് ഉള്ളത് ഫങ്ഷനെ കാട്ടിലും. അടുത്ത പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ് ബേസ്ഡ് ഓൺ അൺറിയൽ വേൾഡ്. അൺറിയൽ വേൾഡിനെ ബേസ് ചെയ്തിരിക്കുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡും റിയൽ വേൾഡിനെ ബേസ് ചെയ്തിരിക്കുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങുമാണ്. അടുത്ത പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഈസ് ഡിസൈനിങ് മീഡിയം സൈസ്ഡ് പ്രോഗ്രാം. അപ്പോൾ ചെറിയ മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമൊക്കെ മാത്രമേ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്തിട്ട്. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗിലാണെങ്കിൽ ലാർജ് കോംപ്ലക്സ് പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാം. അടുത്ത പ്രൊസീജിയർ ഓറിയൻറ്റഡ് പാരാഡിം യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് പ്രൊസീജിയർ അബ്സ്ട്രാക്ഷൻ. ഇവിടെ എന്താണ് പ്രൊസീജിയർ അബ്സ്ട്രാക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിൽ ഡേറ്റ അബ്സ്ട്രാക്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് കോഡ് റീയൂസബിലിറ്റി ഈസ് ആബ്സെൻറ്റ്. കോഡ് റീയൂസബിലിറ്റി എവിടെയില്ല? പ്രൊസീജിയർ ഓറിയൻറ്റഡിൽ ഇല്ല. പക്ഷേ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ കോഡ് റീയൂസബിലിറ്റി പ്രസൻറ്റ് ആണ്. ഇനി പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് എക്സാമ്പിളാണ് സി, ഫോർട്രാൻ, പാസ്കൽ, ബേസിക് ഒക്കെ. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണെന്നുണ്ടെങ്കിൽ C++, ജാവ, പൈത്തൺ, C# ഒക്കെയാണ് എക്സാമ്പിൾ. അപ്പോൾ നമുക്ക് ചോദിക്കാം, ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ഇതിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഏതാണ്? പ്രൊസീജിയർ ഓറിയൻറ്റഡ് രണ്ടുമൂന്നെണ്ണം തന്ന് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് തന്നിട്ട് നമുക്ക് ചോദിക്കാം ഇതിൽ ഏതാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഏതാണ് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇതറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ എന്തിനെ ബേസ് ചെയ്തിരിക്കും? ഫംഗ്ഷനെ ബേസ് ചെയ്തിരിക്കും. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റിനെ ബേസ് ചെയ്തിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ്? സി, ഫോർട്രാൻ, പാസ്കലൊക്കെയാണ് എന്ത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. C++, C++, ജാവ, പൈത്തൺ ഒക്കെയാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽഡ് ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്